എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നും എങ്ങനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകുന്നതെന്നും എങ്ങനെ ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ടെത്താമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇനിയും ഡയബറ്റിക് റെറ്റിനോപ്പതി എങ്ങനെ ക്യൂർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതി പൂർണ്ണമായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി നിയന്ത്രിക്കാനും കാഴ്ച നിലനിർത്താനുമായിട്ടും സാധിക്കും. എങ്ങനെ? നമ്മളുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രണം, നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ അളവ് കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള വ്യായാമം, ഡയറ്റ് ഇവയിലൂടെയാണ് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഷുഗർ ഉള്ള ഒരു വ്യക്തി മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ് 3 മാസത്തിൽ ഒരിക്കൽ ഉള്ള ടെസ്റ്റാണ് HbA1c. മസ്റ്റായിട്ടും അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഷുഗറിന്റെ അളവ് എത്രത്തോളം കൂടുന്നു അല്ലെങ്കിൽ എത്രത്തോളം നിയന്ത്രിക്കുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലേസർ സർജറി, നേത്രത്തിനുള്ളിലെ രക്തക്കുഴലുകളിലെ രക്തസ്രാവം തടയാനായിട്ട് സാധിക്കും. ഇഞ്ചക്ഷനുകൾ, നേത്രത്തിനുള്ളിലേക്കുള്ള ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ പുതിയ ആവശ്യമില്ലാത്ത രക്തക്കുഴലുകളുടെ വളർച്ചയെ അത് ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും. അപ്പം മസ്റ്റായിട്ടും ഡയബറ്റിക് അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർ 6 മാസം കൂടുമ്പോൾ ഒരു ഐ ചെക്കപ്പ് നടത്തുന്നത് വളരെ നന്നായിരിക്കും. എത്രത്തോളം നമുക്ക് ഡയബറ്റിക് കൂടുന്നു അല്ലെങ്കിൽ ഡയബറ്റിക് മൂലം നമുക്ക് എന്തെങ്കിലും കാഴ്ചയിൽ കുറവുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും.